നമസ്കാരം. ആമുഖമോ അലങ്കാരമോ വിശേഷണമോ വേണ്ടാത്ത മലയാളത്തിൻ്റെ സാഹിത്യ കുലപതി, കഥാകാരൻ, അദ്ദേഹത്തോടൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 7 പതിറ്റാണ്ടായി പ്രകാശം പരത്തിക്കൊണ്ട് കഥാലോകത്ത് അനുവാചകരെ വിസ്മയിപ്പിക്കുന്ന അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ് അതിഥിയായി. നമസ്കാരം സർ. ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ 7 പതിറ്റാണ്ട് കൊണ്ട് നമ്മളെല്ലാം വിസ്മയിപ്പിക്കുന്നു. ഒരുപക്ഷെ ആ മംഗളോദയത്തിൽ ആദ്യം വന്ന ആ കഥ തന്നെ ലോകമെമ്മും അവസാനം ഈ അറബി ഭാഷയിൽ വരെ തർജ്ജിമ ചെയ്യപ്പെട്ടു, പലരും വായിക്കൂ. ഒരുപക്ഷെ അങ്ങ് കേരളത്തിലല്ലായിരുന്നുവെങ്കിൽ ഒരു ആഗോള സാഹിത്യകാരനായി എന്നും വാഴ്ത്തപ്പെടും. ഇപ്പോഴും നമ്മൾ മലയാളത്തിൽ അങ്ങ് ആഗോള സാഹിത്യകാരൻ തന്നെയാണ്. എല്ലാ കഥകളിലും അങ്ങ് ഒരു ചെറുപ്പത്തിൻ്റെ ലാളിത്യവും നന്മയും നിലനിർത്തുന്നുണ്ട്. ഈ പറഞ്ഞ പ്രകാശം പരത്തുന്ന പെൺകുട്ടിയായിരുന്നാലും ശരി, ബാലനായാലും ശരി, അവസാനം വന്ന ഏത് കഥകളായാലും എല്ലാത്തിലും ദുഷ്ടകഥാപാത്രങ്ങളൊന്നുമില്ല. എല്ലാം നന്മയുടെ പ്രതിരൂപങ്ങൾ. ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അടുത്ത കാലത്ത് കുറച്ച് കുറഞ്ഞതായി തോന്നുന്നു. എങ്കിലും അങ്ങയുടെ കഥയ്ക്ക് ഇന്നും ചെറുപ്പമാണല്ലേ? മനസ്സിന് ചെറുപ്പമാണ്. അത് തീർച്ചയായിട്ടും കഥയിലും പ്രതിഫലിക്കും. ചെറുപ്പത്തിൻ്റെ കഥകൾ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഈ മംഗളോദയത്തിൽ അന്ന് പ്രസിദ്ധീകരിച്ചു പ്രകാശം പരത്തുന്ന പെൺകുട്ടി. അതിനുശേഷം പല കഥകളും. എങ്കിലും ശില്പഭദ്രതയോടെ പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കഥയാണ് കടൽ എന്നത്. അങ്ങയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥകളിൽ ഒന്നായിരിക്കും അത് എന്ന് എനിക്ക് നിസ്സംശയം പറയാം, അങ്ങയുടെ അനുവാദത്തോടെ. ശരിയാണോ? 100% ശരിയാണ്. എന്താണ് അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു തരാൻ ഞാനൊരു പണ്ഡിതനൊന്നുമല്ല, ഒരു PhD-കാരനോ കോളേജ് പ്രൊഫസറോ അല്ല. എങ്കിലും ആ കഥകളിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ ആ കഥ വായിക്കുമ്പോൾ ഒരു പ്രണയം അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒരു അങ്ങയുടെ മനസ്സിലുള്ള, എനിക്ക് തോന്നുന്നു ഈ പ്രണയം കൂടുതലും കഥകളിൽ വന്നതിൽ കൂടുതൽ ഈ ഗൗരിയിലും ഒരു പക്ഷേ കടലിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്, കടൽ പോലെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കുമോ? ഗൗരിയുടെ ഒരു എക്സ്റ്റൻഷനാണ് കടൽ എന്ന് പറഞ്ഞാലാണ് കൂടുതൽ ശരിയാവുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ ദുഷ്ട കഥാപാത്രങ്ങളൊന്നും, ഈവിൾ ക്യാരക്ടേഴ്സ് ഒന്നും അങ്ങ് ഇതുവരെയും അങ്ങയുടെ പേനത്തുമ്പിലൂടെ വന്നിട്ടില്ല. പക്ഷേ പലപ്പോഴും വേദികളിലേക്ക് ഈ സാഹിത്യ ശത്രുക്കളെന്ന് പറയാം പലരും അങ്ങേക്ക് നിരവധി ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന മലയാളത്തിലെ തന്നെ പ്രതിഭാസമനായ പലരും, ഞാൻ പേരും തന്നെ എടുത്ത് പറയാം. ഈ MT വാസുദേവൻ നായരും ശരി, MN വിജയനായാലും ശരി, സുകുമാർ അഴീക്കോടായാലും ശരി, പൂനത്തിൽ കുഞ്ഞബ്ദുള്ളയായാലും ശരി, എല്ലാവരും അങ്ങേക്കെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട്. അങ്ങ് വളരെ നിസ്സംഗതയോടെ അത് കേട്ട് നിന്നു എന്ന് പറയാനും പറ്റത്തില്ല. എന്താണ് ഒരു ശത്രുത ഈ സാഹിത്യത്തിലേക്ക് കടന്നു വരാനുള്ള കാരണം? എനിക്ക് തോന്നുന്നത് പറയും. അത് വ്യക്തികളോട് മാത്രമല്ല, ഗവൺമെൻറ്റിനോടും പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഓണപ്പതിപ്പ്, മാതൃഭൂമിയുടെ ഓണപ്പതിപ്പിൽ എഴുതിയ ഗസയിലെ കുട്ടികൾ, അതിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയും ഉണ്ട് എന്ന് പറയാമല്ലോ, കേരള ഗവൺമെൻറ്റിന് എതിരാണെന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അതുപോലെ തന്നെ എൻ്റെ ഇൻ്റർവ്യൂകളിൽ വളരെ ശക്തമായി ഞാൻ തുറന്നടിക്കാറുണ്ട്. ആഗസ്റ്റ് 14 മാതൃഭൂമി ദിനപത്രത്തിൻ്റെ എഡിറ്റ് പേജ് മുഴുവനും ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഞാൻ മാരകമായ ഒരു സ്ട്രോക്ക് വന്ന് ആശുപത്രിയിൽ നിന്ന് പുറത്ത് വന്നിട്ടുള്ളൂ. എന്നിട്ടും 2 മണിക്കൂർ ഞാനന്ന് സംസാരിച്ചിരുന്നു. 2 മണി. മാതൃഭൂമിയുടെ 4 സീനിയർ എഡിറ്റേഴ്സ്, അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ പറഞ്ഞത് അന്ന് ഡൽഹി ഒരു ശ്മശാന ഭൂമിയാണ്.
ഭരിക്കുന്നവർ അത് ഓർക്കുന്നത് നല്ലതാണ്. അതിൻ്റെ കാരണവും പറയാനുള്ള കാരണവും ഞാൻ പറഞ്ഞിരുന്നു. പണ്ട് ഇന്ദ്രപ്രസ്ഥമായിരുന്നു. ആ കാലം മുതൽക്ക് ഒട്ടേറെ രാജവംശങ്ങൾ ദില്ലിയിൽ വാണിട്ടുണ്ട്. ചിലത് കുറച്ചു കാലം, ചിലത് ദീർഘകാലം. ഏറ്റവും ഒടുവിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായി വന്ന് രാജ്യം കീഴടക്കിയ ബ്രിട്ടീഷ് ഗവൺമെൻറ്റായിരുന്നു. അവരും ഒരു ഘട്ടത്തിൽ പോകേണ്ടി വന്നു. പിന്നെ കോൺഗ്രസ് ഗവൺമെൻറ്, അവരും ദീർഘകാലം ഭരിച്ചു. ഇപ്പോൾ BJP ആണ്. ഇപ്പോൾ ഭരിക്കുന്നത് ദില്ലി എന്ന് പറഞ്ഞാൽ ഇന്ത്യ തന്നെ. അത് ഓർക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പം അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലാകാലങ്ങളിൽ എന്തായാലും എതിരെ വരുന്ന കാര്യങ്ങളെ ഞാൻ വിമർശിക്കും. ആ വിമർശനമാണ് ഒരുപക്ഷെ MT വാസുദേവൻ നായരെയും MN വിജയനെയും പൂരത്തിൽ കുഞ്ഞബ്ദുള്ളയെയും എല്ലാം വിരോധിയാക്കി മാറ്റിയത് എന്ന് പറയാം. ഞാൻ കളവ് പറഞ്ഞിട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരൻ ഷേക്സ്പിയറാണ്. ഷേക്സ്പിയറുടെ എല്ലാ നാടകവും കംപ്ലീറ്റ് വർക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്, പുസ്തകം എൻ്റെ അടുക്കലുണ്ട്. ഞാൻ മുതിർന്നപ്പോൾ ഷേക്സ്പിയറുടെ നാട്ടിൽ പോയിട്ടുണ്ട്. ഷേക്സ്പിയറെ സംബന്ധിച്ചുള്ള എല്ലാ സ്മാരക സ്ഥലങ്ങളും സന്ദർശിച്ചിട്ടുമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാചകമുണ്ട്. ചെറുപ്പത്തിലെ എന്നെ വശീകരിച്ച ഒരു ബി ട്രൂ ടു ദൈൻ ഓൺ സെൽഫ്. നീ നിന്നോട് സത്യസന്ധത പുലർത്തും. നീ നിന്നോട് സത്യസന്ധത പുലർത്തും. നിന്നോട് സത്യസന്ധത പുലർത്തുമ്പോൾ എനിക്ക് മറ്റുള്ളവരോടും സത്യസന്ധത പുലർത്താതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് തുറന്നു പറയേണ്ടി വന്നത്. ഞാൻ കളവല്ല പറയുന്നത്. അല്ല, ഈ ശത്രുത വന്നത് കാരണം ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതാണോ, അതോ ഈ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞതിലൂടെ അവർ ശത്രുവായി മാറിയതാണോ എന്നാണ് ചോദ്യം. അങ്ങനെ ആവാനല്ലേ വഴിയുള്ളൂ. തുഞ്ചൻ പറമ്പിൽ ഇനി പോകാൻ പറ്റുമോ അങ്ങക്ക്? വയസ്സായി, 97 വയസ്സ്. പിന്നെ പോകണമെന്ന് ആഗ്രഹമുണ്ടല്ല? ചന്തു നായരെന്താ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? അല്ല, MT വാസുദേവർ അദ്ദേഹം കാലം പൂക്കി. അവിടെ അദ്ദേഹത്തിനോടുള്ള ഒരു എതിർപ്പ് കാരണമാണ് പലപ്പോഴും തുഞ്ചൻ പറമ്പിലേക്ക് കടക്കാൻ അങ്ങേക്ക് കഴിയാതെ പോയത് എന്ന് മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പിന്നെ അദ്ദേഹത്തിന് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള അധികാരം ആജീവനാന്ത ചെയർമാനായിട്ട് മരിക്കുന്നത് വരെ. ലോകത്തിൽ ഒരു ദിക്കിലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഒരു ട്രസ്റ്റ് എത്ര നല്ല ഭരണാധികാരിയാണെങ്കിലും 5 കൊല്ലം കഴിയുമ്പോഴേ ഇലക്ഷൻ വരും. ഫാസിസ്റ്റ് ഗവൺമെൻറ്റുകളിലും സ്റ്റാലിൻ്റെ നാട്ടിലും ഹിറ്റ്ലറുടെ നാട്ടിലും ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ അതില്ല. പിന്നെ ഈ ദീർഘകാലയളവിൽ ഒരിക്കൽ പോലും എന്നെ ക്ഷണിച്ചിട്ടില്ല. എഴുത്തച്ഛൻ്റെ പേരിലുള്ള സ്ഥലമല്ലേ? എഴുത്തച്ഛൻ്റെ പേരിൽ കേരള ഗവൺമെൻറ് ഏറ്റവും വലിയ പുരസ്കാരം കൊടുക്കുന്നത്. എനിക്ക് കിട്ടിയിട്ട് 9 കൊല്ലം കഴിഞ്ഞിട്ട് വാസുദേവൻ നായർക്ക് കിട്ടിയിട്ടുള്ളൂ. സത്യത്തിൽ ഇതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നതല്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ ഒളിച്ചു പോകാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഒരാളും കോൺഗ്രസ് ഗവൺമെൻറ്റും ഭരിച്ചിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റും ഭരിച്ചിട്ടുണ്ട്. ആരും ആ വിലക്ക് മാറ്റിയില്ല. ഇല്ല. അത് അങ്ങേക്ക് വളരെ നീരസം തോന്നിയിരുന്നു എന്നുള്ളത്? നീരസമല്ല, ചിലപ്പോൾ ചിരിയാണ് വരിക. അല്ല, അങ്ങ് പലപ്പോഴും MT വാസുദേവൻ നായരെ ഒരു പക്ഷേ അഭിനന്ദിക്കാൻ വളരെ അലസത എന്നുള്ള വാക്കാണ് അതിന് ശരിയായത്. അല്ലെങ്കിൽ അത്ര ശുഷ്കാന്തി കാണിച്ചില്ല എന്ന് പരാതി പല മേഖലയിൽ നിന്ന് വരുന്നുണ്ട്. ശരിയാണോ? നിങ്ങൾ പത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ, ചാനലുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യം ചോദിക്കില്ല. കാരണം
അദ്ദേഹം മരിച്ചപ്പോൾ എൻ്റെ സുദീർഘമായ ഒരു ആർട്ടിക്കിൾ മാതൃഭൂമിയിലും മനോരമയിലും ഒക്കെ വന്നിരുന്നു. അതിലെവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? ഇല്ല. അദ്ദേഹത്തെ പുകഴ്ത്തേണ്ട ദിക്കിൽ, അദ്ദേഹത്തെ ശ്ലാഘിക്കേണ്ട ദിക്കിൽ ഒരു പിശുക്കും കാണിക്കാതെ ഞാൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ല, പക്ഷേ അത് പോട്ടെ. MT വാസുദേവൻ ഞാനൊരു ആരാധകനല്ല, ഞാനൊരു വാഴ്ത്തുപാട്ടുകാരനല്ല. അല്ല, വാഴ്ത്ത് പാടാൻ വേണ്ടി ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല എന്നാണ് അങ്ങ് പറയുന്നത്. അദ്ദേഹം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഞാനൊരു വാഴ്ത്തുപാട്ടുകാരനല്ല. ഒരാൾക്ക് ഞാൻ വാഴ്ത്തുപാട്ട് പാടുന്നില്ല. MN വിജയൻ വളരെ ഒരു ക്രൂരനായ വ്യക്തിയാണെന്ന് അങ്ങ് പലപ്പോഴും പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. എഴുത്തിലല്ല, വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റായിപ്പോയി എന്ന് ഇപ്പം തോന്നുന്നുണ്ടോ? മനസ്സിലായില്ല. MN വിജയൻ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ വ്യക്തിയാണെന്ന് അങ്ങ് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. അതിലും കുറച്ചുകൂടി ശക്തമായി പറയേണ്ടതാണ്. എൻ്റെ ഭാഷയിൽ അത് ഒരു വാക്കുള്ളൂ, അതുകൊണ്ടാണ്. അതാണ്ട് എന്താണ് അതായത് MN വിജയനും ഒക്കെ മാതൃഭൂമിയിൽ MT വാസുദേവൻ നായർ വർക്ക് ചെയ്തിരുന്നപ്പോൾ അങ്ങേ അവഗണിച്ചു, കുറേ കാലം മാറ്റി നിർത്തിയിരുന്നു. അങ്ങേ അത്തരത്തിലുള്ള ഒരു വാശിയാണോ? അത് തെറ്റാണ്. തെറ്റാണ്. ഞാൻ എഴുതിയിട്ടില്ല എന്നുള്ളതാണ്. എഴുതി കഴിഞ്ഞാലല്ലേ, അയച്ചു കൊടുത്തിട്ട് അത് തള്ളിക്കളഞ്ഞാലല്ലേ സാധിക്കുള്ളൂ. ഞാൻ അയച്ചിട്ടില്ല. ശരി, അങ്ങയുടെ നന്മയുള്ള കഥകളിലേക്ക് വരാം. എല്ലാ കഥകളും വായിച്ചു കഴിഞ്ഞാലേ നമുക്ക് മനുഷ്യനെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി എന്നൊക്കെ നമ്മൾ ആധുനിക കാലത്ത് പറയുന്ന പോലെ നമുക്കൊരു പ്രത്യേക ഒരു വൈബ് തോന്നും. അതാണ് അങ്ങയുടെ കഥയുടെ പ്രത്യേകതകൾ. വെറും 200-ൽ പരം കഥകളിൽ മാത്രം ഒതുക്കി ഒരു 2000-ത്തിലധികം കഥകൾ കിട്ടേണ്ട നമ്മൾ നഷ്ടമായത് അനുവാചകർക്കാണ്. കഥകൾ കുറഞ്ഞുപോയി എന്നുള്ള ദുഃഖം അങ്ങേക്കുണ്ടോ? ഒരു കാലത്തുമില്ല. കാരണം ഒന്നുകൂടി പറയാം. മലയാളത്തിലല്ല, ഇന്ത്യയിൽ ഒരു കഥക്ക് ഏറ്റവും വലിയ റെമ്യൂണറേഷൻ വാങ്ങുന്ന വ്യക്തി ഞാനാണ്. മലയാളത്തിലല്ല, ഇന്ത്യയിൽ. അല്ല, അപ്പോൾ കഥകൾ അല്ല, നമ്മളിപ്പം ഞാൻ പറഞ്ഞത് നഷ്ടമുണ്ടായത് അങ്ങേക്കല്ല, നമ്മളൊക്കെ വായിക്കുന്നവർക്കാണ്, അനുവാചകർക്കാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്. കൂടുതൽ കഥകൾ വന്നിരുന്നുവെങ്കിൽ മലയാളം കൂടുതൽ സമ്പുഷ്ടമായേനെ, വായിക്കുന്നവർക്ക് കൂടുതൽ സന്തോഷമായേനെ, സംതൃപ്തിയായേനെ. അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങയുടെ കഥകൾ കുറഞ്ഞു പോയി എന്നുള്ള ഒരു പരാതിയാണ് ഒരു വായനക്കാരൻ എന്ന നിലയിൽ ഞാൻ അങ്ങയുടെ മുന്നിൽ വെച്ചത്. ഇത് തന്നെ ധാരാളമാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഇത്രയും എഴുതിയില്ലേ, അത് തന്നെ ധാരാളം. എന്താണ് ഈ കഥകൾക്ക് ഒരു ശില്പഭദ്രത നൽകാനായിട്ട് അങ്ങ് ഉപയോഗിക്കുന്ന ഒറ്റമൂലി എന്താണ്? അതിപ്പോൾ ആധുനിക എന്താണ് കഥാകാരന്മാർ അറിയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ പറഞ്ഞു തരില്ല എന്ന് അറിയാമെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്. ഒരു മൂലിയുമില്ല. ഓ ഹെൻറി പറഞ്ഞിട്ടുണ്ട്. ചെറുകഥയുടെ മാസ്റ്റർ ലാസ്റ്റ് ലൈഫ് എന്ന വിഖ്യാതമായ കഥ എഴുതിയ കഥാകൃത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇതേമാതിരി ഒരു ചോദ്യം ഓ ഹെൻറിയോട് ചോദിച്ചപ്പോൾ ഓ ഹെൻറി പറഞ്ഞിട്ടുണ്ട്, നീ നിന്റെ സന്തോഷത്തിന് വേണ്ടി എഴുത്, നീ നിന്റെ ഒരു ശില്പഭദ്രതയെക്കുറിച്ചോ അതല്ലെങ്കിൽ എങ്ങനെ ഇത് ആളുകൾ സ്വീകരിക്കും എന്നുള്ളതിനെ കുറിച്ചോ ഒന്നും നീ വ്യാകുലപ്പെടേണ്ട, നീ കപലപ്പെടേണ്ട. നീ നിന്റെ സന്തോഷം എങ്ങനെയൊക്കെയാണ് നിന്നെ പ്രേരിപ്പിക്കുക, അതേപോലെ അങ്ങ് എഴുതിയാൽ മതി. അപ്പം അങ്ങ് പറഞ്ഞു വരുന്നത് അങ്ങയുടെ സന്തോഷത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് ഓരോ കഥകളും. അതാണ് ഈ നന്മയുടെ വശം. അങ്ങയുടെ മനസ്സുകൊണ്ടങ്ങ് വളരെ നന്മയുള്ളവനാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ശത്രുക്കളുണ്ട്, അവർ വിരോധം കൊണ്ട് പലതും പറയുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും, കഥ വായിക്കുന്ന എല്ലാവർക്കും അറിയാം, അങ്ങയുടെ ആരാധകർക്ക് എല്ലാവർക്കും അറിയാം, മലയാളികൾക്കെല്ലാം അറിയാം വളരെ നന്മയുള്ള മനുഷ്യനാണെന്ന്. പക്ഷേ കഥകളിലൊന്നും ഈ പറയും പോലെ ദുഷ്ടകഥാപാത്രങ്ങൾ കടന്നെത്തിയിട്ടുമില്ല. അപ്പോൾ അങ്ങയുടെ നന്മയാണ് ഇതെല്ലാം പ്രതിഫലിക്കുന്നത്. നിങ്ങൾ MN വിജയനെ കുറിച്ച് ചോദിച്ചു. വേറെ പലരും ഉണ്ട്, ഞാൻ അത് പറയാം. MN വിജയനെ കുറിച്ച് ഞാൻ പറയാം. വിജയൻ ദേശാഭിമാനി വാരികയുടെ പത്രാധിപരായിരുന്നു. അന്ന് ഒരു ടി പത്മനാഭൻ പതിപ്പ്
MN വിജയൻ ഇറക്കി. ഒരു ടി പത്മനാഭൻ പതിപ്പ്. ആ പതിപ്പിൽ മഹിളാ പങ്ക്തിയില്ല, കായിക പങ്ക്തിയില്ല, സിനിമാ പങ്ക്തിയില്ല, യാതൊന്നുമില്ല. പുസ്തകാഭിപ്രായമില്ല, ഒന്നുമില്ല. കവർ ടു കവർ ടി പത്മനാഭനെ കുറിച്ച് ഉള്ള ലേഖനങ്ങളാണ്. കവർ ടു കവർ മുഴുവൻ തെറിയായിരുന്നു. 10ാം പേരാണ് ഇദ്ദേഹം. മുഴുവൻ തെറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ക്ഷോഭിച്ചിട്ടുമില്ല. അതിനൊരു റിജോയിൻഡർ. പക്ഷെ അങ്ങയുടെ എനിക്ക് അറിയാം, ബലി എന്നുള്ള കഥയിൽ അങ്ങയുടെ ഒരു ശത്രുവിനെ തന്നെ പുകഴ്ത്തിയിട്ടുണ്ട്. ശത്രുവല്ല, അല്ലെങ്കിൽ വിരോധിയല്ല. ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെയാണ് അദ്ദേഹവും മംഗലാപുരത്ത് പഠിച്ചത്. 2 കോളേജിൽ ആയിരുന്നു എന്ന്. ഞാൻ അന്ന് കഥകൾ ധാരാളം, പ്രത്യേകിച്ചും ഭൂരിഭാഗവും മാതൃഭൂമി എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. CV ശ്രീരാമനെയാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്. അതിൽ പേരും പറഞ്ഞിട്ടുണ്ടല്ലേ കഥയില്? പിന്നെന്താ. പക്ഷേ എനിക്ക് തോന്നുന്നു CV ശ്രീരാമന് കിട്ടിയ ഏറ്റവും വലിയ ബഹുമതിയായിട്ട് വേണം ആ കഥ നമ്മൾ കേൾക്ക്. CV ശ്രീരാമൻ എന്നെ എതിർക്കാനുള്ള കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് എന്ന കാരണം. അത് അയാൾ പറഞ്ഞിട്ടുണ്ട്, അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു മന്ദഹാസത്തോടെ ഇതൊക്കെ അങ്ങ് തള്ളിക്കളയായി. പിന്നെ എനിക്ക് ഈ ONV കുറുപ്പിൻ്റെ പേരിലുള്ള ഒരു അവാർഡ്, 2 അവാർഡ്. ഒന്ന് കേരള യൂണിവേഴ്സിറ്റി 1 ലക്ഷം, മറ്റേതൊന്നും ഒരു സമിതിയുടെ, അത് 3 ലക്ഷം. 2 എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 3 ലക്ഷത്തിൻ്റെത് ഞാൻ മുൻകൂട്ടി എഴുതി അവിടുന്ന് വായിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ തലക്കെട്ട് ONVയുടെ തന്നെ വളരെ പ്രശസ്തമായ ഒരു സിനിമാ ഗാനത്തിലെ വരികൾ, മധുരമായി പാടി വിളിക്കുന്നു, മധുരമായി പാടി വിളിക്കും. അതിൽ ഞാൻ പറയുന്നുണ്ട്, എന്നോട് ആരെങ്കിലും ലോകത്തിലെ എനിക്കിഷ്ടമായ ഏറ്റവും മികച്ച 6 മലയാള കഥകൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ, ഇത് വെറും ഒരു സാങ്കല്പികമായ ഇതാണ്. ഞാനത് 6 ആളെ പേര് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ശ്രീരാമൻ. ഓ, അതിലൊന്ന് അതിൽ മറ്റ് 4 പേരെയും കൂടെ, ആദ്യത്തെ 4 പേരെയും കൂടെ പറഞ്ഞ ഓർമ്മയുണ്ടെങ്കിൽ പറഞ്ഞ കൊള്ളായിരുന്നു. പറഞ്ഞുതരാം. OV വിജയൻ, കടൽ തീരത്ത്. പിന്നെ നമ്മളുടെ ഒരൊറ്റ കഥ കൊണ്ട് ഏറെ പ്രശസ്തനായ പാലക്കാട്ടിൻ്റെ അപ്പുറത്ത് ബാലകൃഷ്ണനോ സി ബാലകൃഷ്ണൻ വടക്കനല്ലേ, രാധാകൃഷ്ണൻ അല്ല, രാധാകൃഷ്ണൻ സങ്കല്പിക്കാൻ കഴിയില്ല. അതുകൊട്ടെ, ആധുനിക തലമുറയിൽ എഴുതുന്നവരിൽ അങ്ങേക്ക് ഏറ്റവും അടുപ്പവും അല്ലെങ്കിൽ ഒരു പക്ഷേ ഹൃദയം കൊണ്ട് ശിഷ്യയാക്കി വച്ചിരിക്കുന്ന അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഇതിന് ഉത്തരം പറഞ്ഞാൽ എനിക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. ഉത്തരം പറയണം. അല്ല, പറയാൻ അനുഭവമുണ്ട്. പിന്നെ അങ്ങയുടെ കഥയുടെ പാത പലരും പിന്തുടരുന്നു. അതിലൊന്ന് രേഖ അത്തരത്തിൽ ഒരു എഴുത്തുകാരിയാണെന്ന് പറഞ്ഞാൽ എന്തു പറയും? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഉപദേശങ്ങൾ സ്വീകരിക്കാറുണ്ടോ? അയ്യോ, ഒന്നുമില്ലപ്പാ. ഇല്ല. നിങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടല്ലേ? ഞാനവരെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിപ്ലവം ഉണ്ടാവുമെന്ന് അങ്ങ് സൂചിപ്പിച്ചുകൊണ്ട് ചോദിച്ചത് അല്ല. കാരൂരിനെ കുറിച്ച് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എല്ലാ കൊല്ലവും ഒരു പ്രസംഗം നടത്തും.
എല്ലാമല്ലോ. അത് പത്രങ്ങളിലൊക്കെ ഒരു കോളം 2 ഇഞ്ച് വാർത്തയായിട്ട് വരും. ഒരു കൊല്ലം ഞാനാണ് ചെയ്തത്. അതും എഴുതി വായിക്കുക ചെയ്തത്. കാരണം എനിക്കറിയാം ഇതിനെക്കുറിച്ചിട്ട് ഒരുപടി ഭിന്നാഭിപ്രായവും തർക്കങ്ങളും വരും. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ലേഖകന്മാർ വളഞ്ഞൊടിച്ചതാ, ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റ്. അത് ഇത് ടി പത്മനാഭൻ അത് ചെയ്യില്ല. പറഞ്ഞാൽ പറഞ്ഞത് തന്നെ. അതുകൊണ്ട് ഞാൻ എഴുതി വായിക്കുക ചെയ്തത്. 22 ലേഖനങ്ങൾ, നോട്ട് ലെസ് ദാൻ 22, 22 ദേശാഭിമാനിയിൽ വന്നു ഈ പ്രസംഗത്തെക്കുറിച്ച്. കലാകൗമുദിയിൽ 21 ലേഖനം, ഓരോ ആഴ്ചയും. ഒടുവിൽ ഇവർ 2 കൂട്ടരും എൻ്റെ മറുപടി അതും വന്നു. പിന്നെ ലെറ്റേഴ്സ് ടു ദ എഡിറ്റർ തെറിപൂരമായിരുന്നു. അത് പലരുടെയും പ്രശ്നം എന്തുകൊണ്ട് അവരെ മെൻഷൻ ചെയ്തില്ല എന്നുള്ളത്. നിങ്ങൾ ഈ ചോദ്യം അന്ന് വന്നിരുന്നു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഇവർ ഒരുപക്ഷെ നാളത്തെ മികച്ച കഥാകൃത്തുക്കൾ ആകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞവരിൽ ഒരു 3-4 പേരെ ഒന്നുകൂടെ പറയാമോ? ചിലരൊക്കെ മരിച്ചു. പറയണ്ട. എങ്കിലും അതിൽ രസം എന്താന്ന് വെച്ചാൽ, ഞാൻ അതും എഴുതി വായിച്ച പ്രസംഗമല്ലോ. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ വേദിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു കഥാകൃത്ത് വന്നിട്ട് എന്താ എൻ്റെ പേര് പറയാൻ ചോദിക്കുക. അപ്പോൾ പറയാൻ നിങ്ങളുടെ കഥ നിലവാരം CV ശ്രീരാമൻ എൻ്റെ സുഹൃത്തല്ല. ഞങ്ങൾ തമ്മിൽ ജീവിതത്തിൽ സംസാരിച്ചിട്ടില്ല. CV ശ്രീരാമൻ്റെ കഥകളുടെ സ്ട്രക്ചറും എൻ്റെതും തമ്മിൽ ഒരു സാമ്യമില്ല. അദ്ദേഹം ഒരു കൊച്ചു നോവല് പോലെയാണ് എഴുതുക. സുദീർഘല്ലേ? 1, 2, 3 സുദീർഘല്ലേ? വാസ്തുകാര തന്നെ ഒരു കൊച്ചു നോവലല്ലേ? പിന്നെ എൻ്റെ കഥകൾ ഒരു മാക്സിമം 2 പേജ് അല്ലേ? അത്രയല്ലേ ഉള്ളൂ. എന്നിട്ടും CV ശ്രീരാമനെ കുറിച്ച് പറയാൻ എനിക്കൊരു വിഷമം വന്നില്ല. ഈ പലരെയും പണ്ട് കഥകളിൽ പ്രതിപാദിച്ചവരെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞാൽ ഒരു പക്ഷേ അങ്ങ് പറഞ്ഞ പോലെ വിഷമം അല്ലെങ്കിൽ ഒരു വിപ്ലവമൊക്കെ നടന്നേക്കാം. പക്ഷേ എങ്കിലും ഗൗരി എന്നുള്ള കഥയിലെ കഥാപാത്രം ഇപ്പോഴും വായനക്കാർക്കിടയിൽ ചർച്ചാ വിഷയമാണ്. അവരിപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഗൗരിയുടെ വിളി വരാറുണ്ടോ? ഇതിനൊക്കെ ഞാനെന്ത് ഉത്തരാ പറയേണ്ടത്? ഇനി വിളിച്ചാൽ തന്നെ എൻ്റെ ക്ഷീണിച്ച കാതുകൾ അത് കേൾക്കുക. അല്ല, അങ്ങക്ക് ഇപ്പോഴും ഈ അങ്ങ് പറഞ്ഞു 97-ാം വയസ്സിലും ഒരു പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. കഥകളിൽ അത് കാണാനുമുണ്ട്. ഇപ്പോൾ ഒരു ഗാസയെക്കുറിച്ച് അങ്ങ് എഴുതുമ്പോഴും അതിൽ ഒരു പ്രണയത്തിൻ്റെ ലോലമായ അംശം കടന്ന് ഒരു കാറ്റ് അങ്ങനെ വീശി പോകുന്നത് കാണാം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചാൽ അങ്ങേക്കയുടെ കാതുകളിൽ പ്രണയം കേൾക്കാനുള്ള സമയമുണ്ട്, അങ്ങനെ തോന്നുന്നില്ലേ? ലോകത്തിൽ എന്തൊക്കെ വിഷയമുണ്ട്, അത് കേൾക്കാൻ നമുക്ക് ഒരു സന്തോഷമല്ലേ? കേൾക്കുന്നവർക്ക് സന്തോഷം, എനിക്ക് വേദനയുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ അവർ ആ ഒരു കഥാപാത്രമായിരിക്കട്ടെ, ആ കഥാപാത്രം ഇപ്പോഴും അങ്ങേയുമായിട്ട് നിരന്തരം ഫോണിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ ദൂരെയാണ്, മൈലുകൾക്കകലെയാണ്, അല്ലെങ്കിൽ വിദേശത്താണ് എന്നൊക്കെ പറയുമ്പോഴും അങ്ങയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാറുണ്ടോ എന്നാണ് ചോദ്യം. അതൊരു വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതിൽ പ്രണയത്തിൻ്റെ അംശമൊന്നുമല്ല. അതൊക്കെ എഴുതി പോയി. ജനങ്ങൾ ഇന്നും ഇഷ്ടപ്പെടുന്നുണ്ട്, ഇന്നും പുസ്തകം വിറ്റു പോകുന്നുണ്ട്. ഈ അങ്ങയുടെ ഈ 200-ൽ പരം കഥകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് നേട്ടം ഉണ്ടാക്കി തന്നത് ഏത് പുസ്തകമാണെന്ന് ചോദിച്ചാൽ, സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി തന്നത്? എനിക്ക് ഒന്നും വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി തന്നിട്ടില്ല. കാരണം പറഞ്ഞു തരാം. ഒരു നോവൽ എഴുതിയാൽ അതിൻ്റെ ബൾക്ക് നോക്കിയിട്ടാണ് വിലയിടുക, ഫേസ് വാല്യൂ.
പക്ഷെ ഒരു കഥ എഴുതി കഴിഞ്ഞാൽ എൻ്റെ 10 കഥകൾ 12 കഥകൾ ഒരു 100 പേജിലൊതുങ്ങും ബുക്ക്. എന്ത് പൈസ എനിക്ക് കിട്ടുക, എന്ത് പൈസ. പക്ഷെ അങ്ങനെയല്ലോ, ഏറ്റവും കൂടുതൽ അങ്ങ് തന്നെ പറഞ്ഞു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ വാങ്ങിക്കുന്ന ഒരു കഥക്ക് എഴുതിയാൽ ആ വാരിക എനിക്ക് തരുന്നതല്ലേ. അതെ. ഇപ്പോഴും 22,000 ഉറുപ്പിക തരും ഒരു കഥ. എന്നിട്ട് ഞാനത് ഒരു പ്രലോഭനമായി എടുക്കുന്നില്ല. ഞാൻ കണ്ടമാനം എഴുതുന്നുണ്ടോ. എനിക്ക് പണത്തിന് ആവശ്യമുള്ള വ്യക്തിയാണ്. പണത്തിന് കാരണം ഒരു മാസം എൻ്റെ മരുന്ന് വാങ്ങാൻ തന്നെ ഞാൻ ചെലവാക്കുന്നത് 10,000. പിന്നെ എൻ്റെ ആവശ്യങ്ങൾ വളരെ പരിമിതം. ഒരു കഞ്ഞി കുടിച്ചാൽ എൻ്റെ ഭക്ഷണം കഴിഞ്ഞു. പണ്ടും അത് തന്നെയാണ് എല്ലാ ആവശ്യങ്ങളും. അല്ല, ഞാൻ പുസ്തകത്തിൻ്റെ ഈ റോയൽറ്റിയുടെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വരുമാനം ഉണ്ടാക്കി തന്ന കഥ അല്ലെങ്കിൽ കഥ കൂട്ട് ഏതാണ്? ഒരു കഥ സമാഹാരവും വിൽക്കാതെ പോയിട്ടില്ല. കൂടുതൽ വിറ്റത് ഗൗരി വിറ്റിട്ടുണ്ട്. പിന്നെ അങ്ങനെ പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് അതും വിറ്റിട്ടുണ്ട്. ഒന്നും വിൽക്കാതെ അങ്ങനെ മൂലക്ക് ഇരുന്നിട്ടില്ല. അപ്പൊ എല്ലാം ഏകദേശം ഒരേ വരുമാനം തന്നെയാണ് ഉണ്ടാക്കി തന്നത് എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. പക്ഷെ ഈ വരുമാനം വളരെ തുച്ഛമാണ് പുസ്തകത്തിൽ നിന്ന്. അതേ സമയത്ത് ഞാനിന്നൊരു കഥ എഴുതിയിട്ട് മാതൃഭൂമിക്കോ മനോരമക്കോ കൊടുത്താൽ എനിക്ക് ആ കഥക്ക് കിട്ടുന്ന പണം വളരെ, എന്നിട്ടും ഞാൻ വളരെ കുറച്ചല്ലേ. അതെ, തീർച്ചയായിട്ടും. അപ്പോഴാണ് തോന്നുന്നത് ഒരു നോവൽ എഴുതിയിരുന്നെങ്കിൽ എന്ന്. തോന്നിയിട്ടേ ഇല്ല, ചത്താലും. പക്ഷേ അങ്ങയുടെ ഈ ശില്പഭദ്രമായ ഈ കഥകളിൽ നിന്ന് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിൽ നിന്നും ഒരു നോവൽ ആയിരുന്നിരുന്നെങ്കിൽ എന്തായിരിക്കും മലയാള സാഹിത്യത്തിൻ്റെ സ്ഥിതി നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്. പക്ഷേ അങ്ങക്ക് എന്തായാലും അതിലേക്ക് വരുന്നില്ല. ചത്താലും അങ്ങയുടെ ഭാഷയിൽ പറഞ്ഞാൽ നോവലിലേക്ക് വരില്ല എന്നറിയാം. എങ്കിൽ ഇനി നമ്മൾ എന്തൊക്കെ കഥകൾ, അതിൻ്റെ കാരണം പറഞ്ഞുതരാം. അതിനുള്ള കഴിവ് എനിക്കില്ല. കാരണം ഞാൻ അല്പം പോലും ക്ഷമയുള്ളൊരുത്തനല്ല. ക്ഷമ എന്ന് പറഞ്ഞത് എനിക്കില്ല. നോവൽ എഴുതാൻ നല്ല ക്ഷമാശീലം വേണം നോവൽ എഴുതാൻ. പിന്നെ ഞാൻ കഥ എഴുതുന്നത് കടലാസിലല്ല, മനസ്സിലാണ്. പേര ബൈ പേര മനസ്സിൽ എഴുതി കഴിഞ്ഞാൽ കടലാസിൽ പകർത്തും. എൻ്റെ ഒരു കഥയുടെ സ്ക്രിപ്റ്റ് നോക്കിയാലോ വെട്ടോ കുത്തോ യാതൊന്നും കാണില്ല. ഒരു പങ്ക്ച്വേഷൻ വരെ അതിൽ വിട്ടുപോകില്ല. ഇതൊക്കെ മനസ്സെന്ന് അങ്ങോട്ടേക്ക് പകർക്കും. അങ്ങ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ നോവലിൽ കഴിയില്ല. ഇല്ല. അല്ല, അങ്ങ് പറഞ്ഞിട്ടുണ്ട് പുഷ്പം പോലെയാണ് കഥകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ എല്ലാം അത് താളുകളിലേക്ക് പകരണം എന്നില്ല. ഇപ്പം എത്രയോ പുഷ്പങ്ങൾ അടർന്ന് വീണ് പോയിരിക്കുന്നു. ശരിയാണ്. നിരവധി പുഷ്പങ്ങൾ അടർന്ന് വീണ് പോയിട്ടുണ്ടല്ലേ. ശരിയാണ്. പലരും നിർബന്ധിക്കുമ്പോഴാണ് അങ്ങ് കഥ എഴുതുന്നത്. ഇപ്പോഴത്തെ കാലത്ത് പറയുന്നുണ്ട്, അതായത് ഓണപ്പതിപ്പിന് വേണം അല്ലെങ്കിൽ ഒരു സപ്ലിമെന്റിന് വേണം എന്ന് പറഞ്ഞ ആൾക്കാർ വിളിക്കും. ഈ ഓണപ്പതിപ്പിന് വേണ്ടിയിട്ട് ജീവിതത്തിൽ എഴുതിയിട്ടില്ല. ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചിട്ടുള്ളത് ഒന്നെടുത്തങ്ങ് കൊടുക്കുക. ഈ ചോദ്യം കേൾക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് അടുത്ത കാലത്ത് ദേശാഭിമാനി ഓണപ്പതിപ്പിലേക്ക് ഞാൻ എഴുതിയ കഥ 34 കൊല്ലം മുമ്പ് എൻ്റെ മനസ്സിൽ വന്ന് ഞാനത് എടുത്ത് അവിടെ വെച്ചതാണ്. ഈ അടുത്ത കാലത്ത് വന്ന അടുത്ത ഒരു 2-3 കൊല്ലത്തിന് ഉള്ളിൽ. ഓർമ്മയുണ്ടോ ടൈറ്റിൽ ഓർമ്മയില്ല. അതിലെ കഥാപാത്രങ്ങളും അതും ഇതുമൊക്കെ ഓർമ്മയുണ്ട്. അതേപോലെ ഈ 34 കൊല്ലങ്ങൾക്ക് മുമ്പ് ഗൾഫിലെ ഒരു നഗരത്തിൽ നിന്ന് എനിക്കൊരനുഭവം ഉണ്ടായി. അപ്പോൾ തന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു, എടാ ഇതൊരു കഥയാണല്ലോ. ഞാനത് പതിവ് പോലെ ഇവിടെ സൂക്ഷിച്ചു വെച്ചു, എപ്പോഴെങ്കിലും റിട്രീവ് ചെയ്യും. പിന്നീട് ഒരു 3 കൊല്ലം മുമ്പ്
ഞാൻ വീണ്ടും ഗൾഫിൽ പോയപ്പോൾ ഞാനൊരു കാഴ്ച കാണുന്നു. എൻ്റെ ഹോട്ടൽ മുറിയിൽ നിന്ന് പുറത്തുള്ള ഒരു കാഴ്ച കാണുന്നു. അപ്പോഴെൻ്റെ മനസ്സിൽ ഓടി വന്നത് 34 കൊല്ലം മുമ്പുള്ള ആ അനുഭവമാണ്. ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച ആ സ്ക്രിപ്റ്റാണ്. അതാണ് എടുത്ത് കൊടുത്തത്. ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒരു പ്രലോഭനത്തിനോ നിർബന്ധത്തിനോ വഴങ്ങി കഥ എഴുതിയിട്ടില്ല. എഴുതിയാൽ ശരിയാവില്ല, അത് നല്ലതും ആവില്ല, ആരെഴുതിയാലും.